ഡയറക്ടറിൻ്റെ അടുത്ത് ചോദിക്കുകയായിരുന്നു എൻ്റെ ക്യാരക്ടറിനെ പറ്റി ഞാൻ എങ്ങനെ സംസാരിക്കും. കാരണം അത് ഇച്ചിരി ഒരു സസ്പെൻസ് എലിമെൻ്റ് കൂടെ ഉള്ള ഒരു ക്യാരക്ടറാണ്. ആൻഡ് മോറോവർ ഞാനിതിലൊരു ഗസ്റ്റ് അപ്പിയറൻസ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം മീഡിയയിൽ നിന്നുള്ള പല സുഹൃത്തുക്കളും എൻ്റെ അടുത്ത് ചോദിച്ചു, എയറിലായതുകൊണ്ടാണോ എപ്പോഴുള്ള എയറിലായതുകൊണ്ടാണോ എന്നെ ഏഞ്ചലാക്കി ഇതിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന്. ഞാനിതിലൊരു മാലാഖയാണ്. സോ ആ ഒരു റോളിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യമായി അത്. പക്ഷേ അത് നിങ്ങൾ ഡയറക്ടറിൻ്റെ അടുത്ത് തന്നെ ഡയറക്റ്റ്ലി ചോദിക്കണം. ബട്ട് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തൊരു സിനിമ തന്നെയാണ്. കാരണം എനിക്ക് തോന്നുന്നു കോസ്റ്റ്യൂമിൻ്റെ കേസിലാണെങ്കിലും മേക്കപ്പിൻ്റെ കേസിലാണെങ്കിലും ഒത്തിരി ടൈം എടുത്ത് നമ്മളൊരു സ്റ്റുഡിയോ സ്പേസൊക്കെ റെൻ്റ് എടുത്ത് ഒരുപാട് എന്താ പറയുക VFX ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്ത് പ്രോപ്പർ പ്ലാനിങ്ങോടുകൂടെ ഒരു പോർഷനാണ് എൻ്റെത്. അപ്പോൾ അതുകൊണ്ട് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് ചെയ്തതാണ്. ഈ ഒരു അവസരം എന്നിലേക്ക് എത്തിയത് ജോസേട്ടൻ കാരണമാണ്. അപ്പം വിളിക്കുമ്പോഴും എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ പറഞ്ഞ പോലെ ഒരു മാലാഖയാണ്. അപ്പം മാലാഖയുടെ സ്വഭാവമായ ഒരു ബന്ധവും അതും വേറൊരു കാര്യം, ഒരു ബന്ധവും ഇല്ലാത്ത ഞാൻ ആ ഒരു റോള് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത് മിഖായേൽ മാലാഖ എന്ന് പറയുന്ന. അപ്പം നമ്മൾ ഈ ബൈബിളിലൊക്കെ ഞാൻ ആക്ച്വലി വിചാരിച്ചു മിഖായേൽ മാലാഖ മെയിലാണെന്ന്, അല്ലേ? മെയിലാണ്. അപ്പം ഇതിൽ ഒരു ഫീമെയിൽ മിഖായേൽ മാലാഖയെ നിങ്ങൾക്ക് കാണാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്തായാലും സിനിമ കാണണം.